തോബിത്ത്. നഫ്തലി ഗോത്രത്തിലെ തോബിത്തിൻ്റെ കഥ പറഞ്ഞുകൊണ്ട് ആരംഭിക്കുന്നു. നീതിമാനായ മനുഷ്യൻ ഇസ്രായേൽക്കാരിൽ പാവപ്പെട്ടവരെ സഹായിക്കാനും സംരക്ഷിക്കാനുമായിട്ട് ഓടി നടക്കുന്നവൻ, മരിച്ചവരെ അടക്കുന്നതിനായി അത്യധ്വാനം ചെയ്യുന്നവൻ, അപകടങ്ങളിൽ ദൈവത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെടാതെ കരുതലോടെ പ്രാർത്ഥനയോടെ മുന്നേറുന്നവൻ. അവൻ്റെ മകനെ യാത്രയാക്കുന്നു ചാർച്ചക്കാരനിൽ നിന്നുള്ള പണം തിരിച്ചു പിടിക്കുന്നതിനായി. ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് നടക്കുന്ന കുടുംബത്തിന് കർത്താവിൻ്റെ സംരക്ഷണമുണ്ടാകുന്നു. റഫയേൽ മാലാഖ കൂടെ നടക്കുന്നു. സാറായിയെ അപകടങ്ങളിൽ നിന്ന് രക്ഷിക്കുന്നു. തോബിത്തിൻ്റെ അന്ധകാരം മാറ്റാനുള്ള മരുന്നൊരുക്കുന്നു. തോബിയാസും സാറായും തമ്മിലുള്ള വിവാഹം നടത്തുന്നു. അതിലൂടെ കർത്താവ് പുതിയ കുടുംബത്തെ ആശീർവദിക്കുന്ന, വിവാഹത്തെ ആശീർവദിക്കുന്ന രംഗമൊരുക്കുന്നു. തോബിത്ത് മകനോട് കൊടുക്കുന്നൊരു ഉപദേശമുണ്ട്. നിനക്ക് സമ്പത്തുണ്ടാകുമ്പോഴും സമ്പത്തില്ലാത്തപ്പോഴും അതിനനുസരിച്ച് ദാനധർമ്മം ചെയ്യുക. കാരണം ദാനധർമ്മം മൃത്യുവിൽ നിന്നും അന്ധകാരത്തിൽ അകപ്പെടുന്നതിൽ നിന്നും നിന്നെ രക്ഷിക്കും. അത് അത്യുന്നതൻ്റെ മുമ്പിൽ വിശിഷ്ടമായ കാഴ്ചയാണ്. ഈ നോമ്പുകാലം ദാനധർമ്മത്തിലൂടെ, നീതിബോധത്തിലൂടെ, മറ്റുള്ളവരോടുള്ള കരുതലോടുകൂടി ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിച്ച് മുന്നേറാൻ നമുക്ക് സാധിക്കുമോ? ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.